ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ശ്രുതിയാണ് കേട്ടോ. സോ ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഡേ ട്രിപ്പിന് പോയി സ്കിപ്റ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ പോയത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഡ്രൈവ്, ഒരു 45 മിനിറ്റ്സ്. സോ ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി പോയതാണ്. നല്ല അടിപൊളി സ്ഥലമാണ് സ്കിപ്റ്റൺ. സ്കിപ്റ്റൺ ശരിക്കും നോർത്ത് യോർക്ക്ഷയർ UK-യിലാണ് കേട്ടോ. അപ്പോൾ യോർക്ക്ഷയർ ഏരിയ ഫുള്ളും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമല്ലേ. സ്കിപ്റ്റണും അതിൻ്റെ ഒരു സ്മോൾ പാർട്ടാണ്. സോ അവിടെ മെയിനായിട്ട് കാണാൻ കുറേ കാര്യങ്ങളുണ്ട്. മെയിനായിട്ടുള്ളത് മാൽഹം ക്ലോവ്, അതുപോലെ തന്നെ ഗോഡല്ലേ സ്കാർ, ജനറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർഫോൾ, ഇങ്ങനത്തെ 3 കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും അവിടെ കാണാനുള്ളത് കേട്ടോ. സോ ഞങ്ങളിതൊക്കെ റിസർച്ച് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ട്രിപ്പ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലോപ്പ് ട്രിപ്പാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണണമെങ്കിൽ കുറച്ചധികം നടക്കണം. അതുപോലെ തന്നെ കുറച്ചധികം ഒരു ഹൈക്കിംഗ് എക്സ്പീരിയൻസൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പോയി കഴിഞ്ഞാലാണ് നമുക്കിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. പക്ഷെ ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല ഇതൊക്കെ കുറച്ച് വിട്ടായിരിക്കും നടക്കാനുണ്ടാവുമെന്ന്. ഞങ്ങൾ ഒരിക്കലും ചിന്തിക്കാതെയാണ് പോയത്. ജസ്റ്റ് ഒരു നാച്ചുറൽ പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞങ്ങൾ തുടങ്ങിയത് ട്രിപ്പ്. പക്ഷെ എന്തായാലും വന്നില്ലേ. അപ്പം എന്തായാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ അവിടെ എന്തൊക്കെയാണോ കാണാൻ പറ്റുക വാലിയിൽ താഴെ ഉള്ളത് അത് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഞങ്ങൾക്ക് പറ്റാത്ത ട്രിപ്പാണ്, ഫ്ലോപ്പായ ട്രിപ്പാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കുട്ടികളുണ്ട്. സോ നമ്മൾ അതിന് പ്രിപ്പയർഡ് ആയിട്ടല്ല പോയത്. അപ്പോൾ ഹൈക്കിങ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാമല്ലോ, നമുക്ക് ഈ പ്രാമൊന്നും കൊണ്ടിട്ട് ഹൈക്കിങ്ങിന് പോകാൻ പറ്റില്ല. സോ അതൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രോബ്ലംസ്. സോ നെക്സ്റ്റ് ടൈം എന്തായാലും ഞങ്ങൾ അവിടേക്ക് പോകും എന്നുള്ളൊരു ഹോപ്പിലാണ് തിരിച്ചു വന്നത്. ബിക്കോസ് അത് നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. കുറച്ചധികം നടക്കണമെന്നുള്ളൂ. പക്ഷെ നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ എൻഡിൽ കിട്ടാൻ പോകുന്ന ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടിഫുള്ളാണ്. ഞാനിതിൻ്റെ പിക്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അവിടെ പോയി. പിന്നെ അവിടെ കുറച്ച് ടൈമേ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ബിക്കോസ് വെതർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പില്ലെങ്കിലും നല്ല വിൻഡി ആയിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ കുറേ നേരം അങ്ങനെ ഒരു ഓപ്പൺ സ്പേസിൽ നിൽക്കാൻ പറ്റില്ല. എസ്പെഷ്യലി 3 months ആയ ബേബി ഉണ്ട് എൻ്റെ കൂടെ. അതുകൊണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചു മാർക്കറ്റ് പോവാം, ജസ്റ്റ് ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം. അപ്പോൾ മക്കളൊക്കെ ഓക്കെ ആയിരിക്കും. പിന്നെ വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടക്കാൻ തന്നെ കുറച്ചധികം ഉണ്ടായിരുന്നു. ബട്ട് ഫൈനലി ഞങ്ങളൊരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്തിയിട്ടോ. ഈ തിരിച്ച് വരുന്ന വഴിക്ക് തന്നെ കുറേ പശുവും അതുപോലെ തന്നെ ഷീപ്പിനെയൊക്കെ അവർ മേയാൻ വിട്ടിട്ടുണ്ട്. സോ സാത്വിക് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അവനെ തന്നെ ഒന്നും നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ നല്ലൊരു ട്രിപ്പായിരുന്നു ഇത്. പിന്നെ വിശപ്പിൻ്റെ കാഠിന്യം കാരണം ഞങ്ങളെല്ലാവരും വേഗം വണ്ടി കയറി നേരെ സ്കിപ്റ്റൺ മാർക്കറ്റിലേക്കാണ് കേട്ടോ പോയത്. എപ്പോഴുള്ള പോലെ തന്നെ രക്ഷകനായിട്ട് ഗ്രെക്സ് ഉണ്ടായിരുന്നു. സോ അവിടുന്ന് കുറച്ച് പിസ്സ അതുപോലെ തന്നെ കുറച്ച് പൊട്ടാറ്റോസൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായി ഞങ്ങൾ മാർക്കറ്റ് ചുറ്റി കാണാൻ തുടങ്ങി. ഇവിടെ വന്നപ്പോൾ നമ്മൾ വന്ന ടൈം കറക്റ്റ് അല്ലായിരുന്നു. ബിക്കോസ് എല്ലാ മാർക്കറ്റ്സും കുഞ്ഞു കുഞ്ഞു ഷോപ്സൊക്കെ ക്ലോസ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. പിന്നെ ചുമ്മാ രസമല്ലേ ഇംഗ്ലീഷ് ടൗണിലൂടെ അങ്ങനെ നടക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ അതൊക്കെ എൻജോയ് ചെയ്ത് നടന്നു. പിന്നെ ഈ മാർക്കറ്റിന് തൊട്ടടുത്ത് തന്നെയാണ് കനാൽ ബോട്ട് സർവീസസ്. അപ്പോൾ ചുമ്മാ അത് കാണാൻ വേണ്ടി പോയതാണ്. ഞങ്ങളതിൽ കയറണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും സാത്വികിനെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോയി. പക്ഷേ വെറുതെ ടൈമിങ് ചോദിച്ചപ്പോൾ ആ ബോട്ട് സർവീസിൻ്റെ ടൈമും കഴിഞ്ഞായിരുന്നു. ലാസ്റ്റ് ബോട്ട് പോയി. സോ ഫൈനലി ചുമ്മാ ഞാൻ ആ ബോട്ടിൻ്റെ മുകളിലൊന്ന് കയറ്റി കൊടുത്തു. അവിടെയുള്ള സർവീസ് ഇല്ലാത്ത ബോട്ടിലൊന്ന് കയറ്റി കൊടുത്ത് അവനെ ഹാപ്പിയാക്കി. കുറച്ച് നേരം അവിടെ കളിച്ച് തിരിച്ച് വരികയാണ് കേട്ടോ ഉണ്ടായത്. സോ നിങ്ങൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ സ്കിപ്റ്റൺ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം ഞങ്ങൾക്കിത് ഫ്ലോപ്പ് ട്രിപ്പാണ്, ബട്ട് ഞങ്ങൾ റിയലി എൻജോയ് ചെയ്തു ഈ ട്രിപ്പ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ സ്കിപ്റ്റൺ ടൂർ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ
പ്ലീസ് എക്സ്പ്ലോർ ഗോഡല്ലേ സ്കാർ, ജനറ്റ് ഫോസൈ, അതുപോലെ തന്നെ മാൽഹം കോവ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം. ആൻഡ് പ്ലീസ് മെസ്സേജ് മീ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. കൈ വിട്ട അമ്മ ബോട്ട് കേട്ടില്ല കേട്ടോ. എനിക്ക് ബോട്ട് കയറണോ? ഇത് കയറാനൊന്നും പറ്റില്ല കേട്ടോ, സർവീസ് അല്ല. അവിടെയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു. ബൈ. ടേക്ക് കെയർ.